ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ വന്ന ചെറുപ്പക്കാർക്ക് കാവേരി റൂം കൊടുക്കാൻ തയ്യാറാവുകയാണ്, ശാരദയുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട്. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുള്ള വീട്ടിൽ 3-4 അപരിചിതരായ ചെറുപ്പക്കാരെ താമസിപ്പിക്കുന്നതിൽ നമ്മുടെ ശാരദയ്ക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഹോം സ്റ്റേ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം നോക്കിയല്ല ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ കാവേരി പറഞ്ഞ അമ്മയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം അവരുടെ അയലോക്കത്തുള്ള ലൂസി ചേട്ടത്തി അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ശാരദ എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ശാരദ അടുത്തേക്ക് ചെല്ലുക. എന്താ ലൂസി ചേട്ടത്തി എന്ന് ശാരദ ചോദിക്കുക. അല്ല മോളെ, ഒരു തേങ്ങാമുറി എടുക്കാനുണ്ടാവുമോ? ഞാനിപ്പോൾ കറി വയ്ക്കാൻ നോക്കിയപ്പോഴാണ് ഒട്ടും തേങ്ങ ഇരിപ്പില്ല. ഇവിടെ ശാരദയുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മുറി തേങ്ങ തരുമോ എന്നറിയാൻ വന്നതാ എന്ന് പറയാം. ലൂസി എടുത്ത് ഇവിടെ നിൽക്ക്, ഞാൻ എടുത്തിട്ട് വരാം എന്ന് ശാരദ അപ്പം പറയാം. ഓ, മോളെന്തിനാ ബുദ്ധിമുട്ടുന്നത്, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് ആ ലൂസി എന്ന് പറഞ്ഞ സ്ത്രീ നമ്മുടെ ശാരദയുടെ കൂടെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അതേസമയം ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പാചകത്തിൻ്റെ തയ്യാറെടുപ്പുകളാണ് നമ്മുടെ ഗംഗ. ഗംഗമോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ലൂസി അപ്പം ചോദിക്കും. ഞാൻ എവിടെ പോകാനാ ലൂസി അടുത്തി എന്ന് ഗംഗ ചോദിക്കുക. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എൻ്റെ തൈലൊക്കെ ഇവിടെ ഇരുന്നോണ്ടല്ലേ എന്ന് പറയാണ്. അല്ല, ഞാനിടയ്ക്ക് സുജാതയെ ഒന്ന് കണ്ടായിരുന്നേ, അപ്പോൾ അവൾ പറഞ്ഞു കേട്ടു ഇപ്പം വിനീത് മോക്ക് തൈലൊക്കെ പിടിച്ച് തരുന്നുണ്ട് എന്നുള്ള കാര്യം. തങ്കം പോലത്തെ പയ്യനാ, എന്തിനാ വെറുതെ ആ ചെറുക്കനെ വേണ്ടെന്ന് വെച്ചത് മോള് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ ഒന്നും മറുപടി പറയുന്നില്ലേ. ഇന്നാ ഇടത്തേക്ക് ഒരു തേങ്ങാമുറി വേണമെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞു വിടാനായിട്ട് ശാരദ ഒരു തേങ്ങമുറി എടുത്തു കൊടുക്കൂ കേട്ടോ. ഓ, എനിക്ക് ചെന്നിട്ട് ഒരു തിടുക്കവും ഇല്ലെന്നേ, ഞാനിവിടെ നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത് എന്നൊക്കെ അവർ വന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് ഗസ്റ്റുകൾക്ക് എന്ന് പയ്യെ ശാരദ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഓ ഗസ്റ്റുകളോ, ഇവിടെ ഹോം സ്റ്റേ എന്തോ തുടങ്ങിയെന്ന് ഇങ്ങനെ നാട്ടുകാർ പറയുന്നത് ഞാനും കേട്ടായിരുന്നു. ശാരദ, ഇവിടെ പ്രായപൂർത്തിയായ 3 പെൺകുട്ടികളുള്ള വീടാ. ഇളയത് പിന്നെ തീരെ പൊടിയാണെന്ന് വെക്കട്ടെ, ചോദിക്കാനോ പറയാനോ ആരെങ്കിലും ഉണ്ടോ? അരവിന്ദനും ഇപ്പോൾ ഇല്ല, ആകെ ഉള്ളത് രാധമ്മേ ശാരദയാ. ഈ പെൺകുട്ടികളുടെ താളത്തിനൊത്ത് നിങ്ങളും ഇങ്ങനെ തുള്ളരുതെന്നേ ഞാൻ പറയുള്ളൂ. എന്തെങ്കിലും തട്ടുകേട് വന്നു കഴിഞ്ഞാൽ ദോഷം മുഴുവനും ശാരദയായിരിക്കും പറയുള്ളൂ എന്ന് പറയാം. അപ്പോൾ ശാരദ തല കുനിച്ച് നിൽക്കാട്ടോ. ഇത് കേൾക്കുന്ന ഗംഗ പറയും, അതിന് ഇവിടെ ഹോം സ്റ്റേ തുടങ്ങുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ ഞങ്ങൾ. ഈ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകാരും ഹോം സ്റ്റേ നടത്തുന്നുണ്ട് എന്ന് പറയാം. മോളൊക്കെങ്കിൽ അതുപോലാണോ ഇവിടുത്തെ സ്ഥിതി? ആ വീട്ടിലൊക്കെ ചോദിക്കാനായിട്ട് ആണുങ്ങളുണ്ട്, ആൺതുണയുണ്ട്. അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ സുരക്ഷിതരായിട്ട് അവർ നിർത്തുകയും ചെയ്യും. പക്ഷേ ഇവിടെ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ ആരാ ചോദിക്കാനുള്ളത്? ഇപ്പം തന്നെ 3-4 ആണുങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടു. നിങ്ങളവർക്ക് റൂമും കൊടുത്ത് കാണും. ഇതൊന്നും തീരെ ശരിയല്ല. പല നാട്ടിൽ നിന്ന് വരുന്നവരാ, അവരുടെ സ്വഭാവം എന്താണെന്ന് കരുതി നിങ്ങളിങ്ങനെ ചെയ്യുന്നത്. പാതിരാത്രി ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണേ. അപ്പം അങ്ങോട്ട് നമ്മുടെ കാവേരി കടന്നു വരിക. എന്താ ഗംഗേച്ചി, എന്താ ഇവർ വരുന്നേ? എൻ്റെ പൊന്നു കാവേരി, ഒരു തേങ്ങാമുറി വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ മുഴുവനും വിഷം കലർത്തുക അവർ. അമ്മയോട് അതും ഇതുമൊക്കെ പറഞ്ഞ് അമ്മേനെയും കൂടി എരി കയറ്റുക എന്ന് പറയാം. എന്താ ലൂസിയടുത്തേക്ക് അറിയണ്ടേ എന്ന് കാവേരി ചോദിക്കും കേട്ടോ. കാവേരി കാണുമ്പം അവരൊരു പതർച്ചയോടെ ഇങ്ങനെ നിൽക്കും. അല്ല മോളെ, 3-4 ആണുങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന കണ്ടേ. ഇവിടെ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിയെന്ന് ഞാനും അറിഞ്ഞു. ഇതൊക്കെ ശരിയാണോ എന്ന് ഞാൻ ശാരദയോട് ചോദിക്കുമായിരുന്നു. ഇതിലിപ്പോൾ ഇത്ര ശരികേടെന്താ ഇരിക്കുന്നത് എന്ന് കാവേരി ചോദിക്കാം. അല്ല മോളെ, അച്ഛൻ പോലും ഇല്ലാത്ത ഈ സമയത്ത് നിങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു പേരുദോഷം വന്നാൽ നിങ്ങളുടെ ഭാവിയൊക്കെ എന്താകുമെന്ന് ലൂസിയടുത്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. ഞങ്ങളുടെ ഭാവി ഓർത്ത് ലൂസിയടുത്തി എന്തായാലും ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ഈ നാട്ടിൽ ഹോം സ്റ്റേ തുടങ്ങുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ ഞങ്ങൾ. അവരുടെ എല്ലാം വീട്ടിൽ പോയി ലൂസിയടുത്തി ഇതുപോലെ ഉപദേശിക്കാറുണ്ടോ എന്ന് ചോദിക്കാം. ഈ ലൂസിയടുത്തി പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. ഞാൻ കാര്യമാണ് പറഞ്ഞത്. കണ്ട നാട്ടിൽ കിടക്കുന്ന ആണുങ്ങളാ, അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്ന ആർക്കറിയാം. നിങ്ങൾക്കൊരു പേരുദോഷം വരരുതെന്നേ ഞാൻ കരുതിയുള്ളൂ. അരവിന്ദനോട് എനിക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ട്. അവനെൻ്റെ മോനെ പോലെയായിരുന്നു. അവൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഒരു ദോഷവും വരരുതെന്ന് കരുതി കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതാ. വേണമെങ്കിൽ നീയൊക്കെ അംഗീകരിച്ചാൽ മതി എന്ന് പറയണം കേട്ടോ. ഞങ്ങൾ അംഗീകരിക്കണോ വേണമെന്നൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാം. ലൂസിയടുത്തേക്ക് ഇപ്പം തേങ്ങാമുറി വേണമെന്നല്ലേ പറഞ്ഞേ. അമ്മേ, അത് കൊടുത്ത് ലൂസിയടുത്തെ വിട്ടേ, എന്തേലും തിരക്കുണ്ടാവും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കാവേരി അങ്ങനെ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ച് വഷളാക്കണ്ടെന്ന് കരുതി പുള്ളിക്കാരി ഒരു തേങ്ങാമുറി മേടിച്ചിട്ട് അവിടെ നിന്ന് പോവാ. അവളുടെയൊക്കെ ഒരു അഹങ്കാരം. അച്ഛൻ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കാം, എന്നിട്ടും അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ?
ഇങ്ങനെയൊക്കെയുള്ളവർ കിട്ടുമ്പം പഠിച്ചോളും, കണ്ട ആണുങ്ങളെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുമല്ലേ, ഇവളെപ്പറ്റിയൊക്കെ നാട്ടുകാർ അതും ഇതും പറയുമ്പം മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് അവരടുന്ന് പോവാണ് കേട്ടോ. അതേസമയം റൂമിൽ ചെന്ന ആ ചെറുപ്പക്കാരുടെ ഉദ്ദേശം തീരെ ശരിയല്ല. അവർ സംസാരിക്കുകയാണ് കേട്ടോ. എന്തായാലും 3-4 കിളികളുള്ള വീടുകളാ അല്ലേ അളിയ എന്നൊരുത്തൻ ചോദിക്കുക. അതെ അതെ, ഒന്നെങ്കിൽ ആ തള്ളയ മക്കളും ഒരു വിവരവും ഇല്ലാത്തവരാ, ഈ പട്ടിക്കാട്ടിൽ താമസിക്കുന്നവരല്ലേ, പുറലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ നിഷ്കളങ്കരായിട്ടുള്ളൊരു മനുഷ്യരാ, അല്ലെങ്കിൽ കാഞ്ഞ വിത്തുകളാ, നമ്മളെയൊക്കെ വിറ്റ കാശ് ആ തള്ളയും മക്കളുടെയും കയ്യിലുണ്ടാകും, അതുകൊണ്ടാവും നമ്മളെപ്പോലുള്ള ബാച്ചിലേഴ്സ് റൂം ചോദിച്ചപ്പോൾ തന്നെ എടുത്തങ്ങോട്ട് തന്നത്. എന്തായാലും ഇവിടെ നമ്മൾ അർമാദിക്കണം, ഓരോന്നിനെയും അനുഭവിക്കണം, അതിനുള്ള അവസരം നമുക്ക് കിട്ടും, ഈ രാത്രി നമുക്ക് ആഘോഷിക്കാനുള്ളതാ എന്നൊക്കെ നമ്മുടെ കാവേരി സഹോദരിമാരെ പറ്റി അവർ ഓരോക്കെ അനാവശ്യം പറയാൻ കേട്ടോ. അപ്പം കൂടെ ഉള്ളവന്മാരും ഏറ്റു പറയുക, അത് ശരിയാ, എന്തായാലും നമ്മൾ ആദ്യം ചെന്ന റിസോർട്ടിലുള്ളവർ ഈ വീട് നമുക്ക് അറിഞ്ഞു തന്നതാണെന്നാണ് തോന്നുന്നത്, നമുക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ടെന്ന് അവർക്കും അറിയാം എന്ന് പറയാം. അതെ അതെ, നാട്ടുപുറത്തെ പെണ്ണുങ്ങളല്ലേ, നമുക്കൊന്ന് നോക്കാം എന്ന് പറയാൻ കേട്ടോ, നമുക്ക് പറ്റിയ അവസരം കിട്ടുക തന്നെ ചെയ്യും എന്ന് പറയണേ. ഇതേ സമയം നമ്മുടെ കാവേരി അവരുടെ അടുത്തേക്ക് വരാം, എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കേട്ടോ. അപ്പം കാവേരി അടിമുടി നോക്കിക്കൊണ്ട് അവർ പറയും, വേണ്ടതൊക്കെ ഞങ്ങൾ ചോദിച്ച് മേടിച്ചോളാം എന്ന് പറയാൻ കേട്ടോ. പക്ഷേ അവരുടെ അർത്ഥം വെച്ചുള്ള സംസാരമൊന്നും പെട്ടെന്ന് കാവേരി ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് കാവേരി അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണേ. ഇപ്പോയ പെണ്ണ് കൊള്ളാല്ലേ, പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവക്കാരിയാണെന്നാണ് തോന്നുന്നത്, ഇങ്ങനെയുള്ളതുങ്ങളെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് അതിലൊരുത്തം പറയാണ് കേട്ടോ. എന്തായാലും രാത്രിയാകുമ്പോൾ അവന്മാരുടെ മട്ടും ഭാവവും ഒക്കെ മാറുകയാണ്. വല്ലാതെ മദ്യപിച്ചിട്ട് നമ്മുടെ കാവേരിയുടെയൊക്കെ റൂമിൽ ചെന്ന് വാതിൽ കൊട്ടുവാണേ. അപ്പോൾ ശാരദ വന്ന് നോക്കുക, എന്താ വേണ്ടത്, ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ എന്ന് ഇച്ചിരി ദേഷ്യത്തിൽ തന്നെ ചോദിക്കുക. ഓ, അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ, ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു, എന്ത് വേണേലും പറഞ്ഞാൽ മതി, വേണ്ടതൊക്കെ കൊണ്ട് എത്തിച്ചോളായിരുന്നു എന്ന് ഇവിടെയുള്ളവർ പറഞ്ഞിരുന്നേ, വെള്ളം കണ്ടില്ല, അതുകൊണ്ട് ചോദിക്കാൻ വന്നതാ എന്ന് പറയൂട്ടോ. അപ്പോൾ അവരുടെ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം ശാരദയുടെ മൂക്കിലേക്ക് അടിച്ചു കയറുമ്പം ശാരദ മൂക്ക് പൊത്തും. ഇവിടുന്ന് പോകാനേ പറഞ്ഞത്, വെള്ളം വേണമെങ്കിൽ ഞാൻ കൊണ്ട് തരാം എന്ന് പറയാം. അയ്യോ, ഈ പ്രായമായ അമ്മ അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട, ഇവിടെ മറ്റു പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, ആരോടെങ്കിലും ഇച്ചിരി വെള്ളം കൊണ്ട് തരാൻ പറഞ്ഞാൽ മതി എന്ന് പറയണേ. അപ്പോൾ ഗംഗയും കാവേരി അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പം അവരങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊക്കെ ഇപ്പം സമാധാനമായോ, അവർ മദ്യപിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മേ സാരമില്ലമ്മേ, അവർ രാവിലെ പോകൂലോ എന്ന് കാവേരി അപ്പം പറയാം. അവർക്ക് വെള്ളം വേണമത്രേ, ദേ ഈ പാതിരാത്രി വെള്ളമായിട്ട് ആ റൂമിൻ്റെ പരിസരത്ത് പോയാൽ നിൻ്റെയൊക്കെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും എന്ന് ശാരദ പറയാം. ഗസ്റ്റുകൾ വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാകില്ലേ, വീണ്ടും അവരിങ്ങോട്ട് വരത്തില്ലേ, ഞാൻ കൊണ്ട് കൊടുക്കാം എന്ന് ഗംഗ അപ്പം പറയാണ് കേട്ടോ. വേണ്ട ഗംഗേച്ച് തന്നെ പോവണ്ട എന്ന് അപ്പം കാവേരി പറയാം. അവരുടെ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ കാവേരിക്കും ചെറുതായിട്ട് പേടിയൊക്കെ തോന്നുന്നുണ്ടേ. എന്നാൽ അവിടേക്ക് വെള്ളമായിട്ട് ചെന്ന ഗംഗയും കാവേരിയും അവർ കടന്നു പിടിക്കാനായിട്ട് ശ്രമിക്കുക. കാവേരി അവരെ എതിർത്തൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഗംഗയ്ക്ക് പെട്ടെന്ന് ബോധം പോവാണ് കേട്ടോ. ഗംഗ പേടിച്ചു പോവുക ഇതൊക്കെ കാണുമ്പോഴത്തേക്കും, വല്ലാതെ പാനിക്കാവുക. അപ്പോഴത്തേക്കും ഗംഗേജി എന്നും പറഞ്ഞുകൊണ്ട് കാവേരി ഓടി ചെല്ലാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവർ റൂം അടയ്ക്കാനായിട്ട് തുടങ്ങുക. ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നിളക്കുട്ടി എഴുന്നേറ്റ് വരികയാണ്. തൻ്റെ അമ്മയും സഹോദരിമാരെയും അവരെല്ലാം ഉപദ്രവിക്കുന്നതും അവരെ എതിർത്ത് നിൽക്കുന്ന കാവേരിയും യമുനയൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. യമുനയും ശാരദയൊക്കെ കാണുന്ന നിള പെട്ടെന്ന് തന്നെ നമ്മുടെ വിനീതനെ ഫോൺ വിളിക്കുക. വിനീതേട്ട പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വാ എന്ന് നിള പറയാ. എന്താ മോളെ, എന്താ ഈ രാത്രി പ്രശ്നം? വിനീതേട്ട ഇവിടെ വന്നിട്ടുള്ള അവർ പ്രശ്നം ഉണ്ടാക്കുമോ, അതേ ഗംഗേച്ചി ഉപദ്രവിക്കുന്നു, ഓടി വാ വിനീതേട്ട എന്ന് പറയണം കേട്ടോ. അപ്പം ഗംഗ എന്നൊരു പേര് മാത്രമേ നമ്മുടെ വിനീത് കേൾക്കുന്നുള്ളൂ. കേട്ട പതി കേൾക്കാത്ത പതി അവിടുന്ന് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങാം. അപ്പം പെട്ടെന്ന് സുജാത ഇങ്ങോട്ട് വരിക. എടാ നീ എങ്ങോട്ടാടാ ഈ ഓടി പോകുന്നതെന്ന് ചോദിക്കുക. അമ്മേ എനിക്ക് ഒരിടം വരെ പോകണം, സത്യം പറയടാ, നീ ആ അരവിന്ദേട്ടൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് എന്ന് ചോദിക്കുക. എൻ്റെ പൊന്നമ്മ, ഞാൻ തിരിച്ചു വന്നിട്ട് അമ്മ എന്നെ വിസ്തരിച്ചാൽ മതി, എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ വരെ പോകേണ്ട കാര്യമുണ്ട് എന്നും പറഞ്ഞ് സുജാതയുടെ വാക്ക് കേൾക്കാതെ വിനീത് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ വിനീതിനാകെ ടെൻഷനാവുകയാണ്. അവരെന്തോ അപകടത്തിലാണ് എന്നൊരു തോന്നൽ വിനീതിനും വരിക. താൻ ഒറ്റയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അത്രയും ആൾക്കാരെ എതിർക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിവിനെയും കൂടി ഫോൺ വിളിക്കുക. അപ്പോൾ രാത്രി വിനീതിൻ്റെ ഫോൺ വരുമ്പം നിവിൻ ഫോൺ എടുക്കുക. എന്താടാ നീ എന്താ ഈ സമയത്ത് വിളിച്ചത്? എടാ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചതിൽ നീ എന്നോട് ക്ഷമിക്കണം, നീ കാര്യം പറയടാ എന്ന് നിവിനപ്പോൾ പറയാം. എൻ്റെ കൂടെ സ്നേഹതീരം വരെ ഒന്ന് വരാവോടാ, നീ അങ്ങോട്ട് എത്തിയാലും മതി, ഞാൻ അങ്ങോട്ട് പുറപ്പെടുക, അവിടെ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നമോ? അതേടാ, നിളയെ എന്നെ വിളിച്ചത്, ഇന്നവിടെ ഗസ്റ്റുകളായിട്ട് ചെന്ന് അവർ ഗംഗയും ഒക്കെ ഉപദ്രവിക്കാൻ നോക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് എത്രയും വേഗം അങ്ങോട്ട് ചെല്ലണം, നീ ഫോൺ വെച്ചോ എന്നും പറഞ്ഞാൽ നിവിൻ അപ്പം തന്നെ കട്ടിയാണ് കേട്ടോ. എന്നിട്ട് നിവിനും സ്നേഹതീരത്തേക്ക് വണ്ടി എടുത്തോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ കാവേരിയൊക്കെ മാക്സിമം എതിർത്ത് നിൽക്കുന്നുണ്ട്. ബോധം പോയ ഗംഗയാണെങ്കിൽ അവിടെ കിടക്കുകയാണ്. ഗംഗയെ ഉപദ്രവിക്കാനായിട്ട് അവർ ശ്രമിക്കും.
സമയം ശാരദ ഇതെല്ലാം കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ശാരദ കാര്യമാണ്, എൻ്റെ മോളെ ഒന്നും ചെയ്യല്ലേടാ, വിടടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബഹളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ വളരെ വഷളത്തരം തിരിഞ്ഞ രീതിയിൽ ശാരദയെയും മക്കളെയും ഒക്കെ സംസാരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കാവേരി. എങ്കിലും കാവേരി എല്ലാവരും അടിച്ചൊതുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ബഹളങ്ങൾക്കിടയിലേക്കാണ് നിവിനും വിനീതും കൂടി ഓടി വരുന്നത്. അവർ ആ പയ്യന്മാരെ എല്ലാം അടിച്ച് പദം വരുത്തുകയാണ്. എൻ്റെ ഗംഗയെ തന്നെ നിനക്കൊക്കെ ഉപദ്രവിക്കണോ അല്ലേടാ എന്ന് വിനീത് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. എന്തായാലും എല്ലാത്തിനെയും അടിച്ചിറക്കി സ്നേഹതീരത്തു നിന്ന് പുറത്തു വിടുവാണ് വിനീതും നിവിനും കൂടി. പക്ഷേ ഈ പ്രശ്നമെല്ലാം കണ്ട് ആകെ കുറ്റബോധത്തോടെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ കാവേരി. അപ്പം ശാരദ ഓടി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് വെള്ളമൊക്കെ തളിച്ച് ഗംഗയെ ഉണർത്താനായിട്ട് തോന്നും. എന്നിട്ട് അപ്പോഴത്തേക്കും വിനീതും നിവിനും കൂടി ഓടി വരും. പേടിക്കേണ്ട, ഒരു പ്രശ്നമില്ല, ഇനി അവരൊരു പ്രശ്നം ഉണ്ടാക്കില്ല, വേണ്ടത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് നിവിനും വിനീതോട് പറയണം കേട്ടോ. അപ്പോൾ ശാരദ കൈ കൂപ്പിക്കൊണ്ട് പറയും, നിങ്ങളിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു, എൻ്റെ ഗംഗയെ മക്കളെ എല്ലാം ഇവർ ഉപദ്രവിച്ചേനെ എന്ന് ശാരദ പറയാണ് കേട്ടോ. ഒന്നുമില്ല അമ്മായി, ഞങ്ങൾ വന്നല്ലോ, അമ്മായി വെറുതെ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ കാവേരി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം കാവേരിയുടെ അടുത്തേക്ക് ശാരദ ചെല്ലുക. നിനക്കിപ്പോൾ സമാധാനം ആയോടി, നിന്നോട് ഞാൻ ആകുന്ന പറഞ്ഞതാ, ഒരു വിവരവും ഇല്ലാത്ത ഏതോ നാട്ടിൽ കിടക്കുന്ന ആണുങ്ങളെ ഒന്നും വിളിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കരുതെന്ന്. അപ്പോൾ അവൾക്ക് ഗസ്റ്റുകളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചേ മതിയാകൂ എന്ന് ചോദിച്ച ശാരദ കാവേരിയുടെ ചെകിട് നോക്കി ഒരു അടി കൊടുക്കുകയാണ് കേട്ടോ. കാവേരി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പം വിനീത് വന്നിട്ട് തടയും. അമ്മായി എന്താ ഈ കാണിക്കുന്നത്, അവൾ അറിഞ്ഞുകൊണ്ടാണോ? ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെയൊക്കെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ അവൾക്കും കഴിയുമോ? വിനീത്, ഇവൾ ഒറ്റ ഒരുത്തെ ഇതിനൊക്കെ കാരണം. ഹോം സ്റ്റേ ഒന്നും ഇവിടെ തുടങ്ങണ്ടെന്ന് ഞാനൊരു 100 വട്ടം ഇവളോട് പറഞ്ഞതാ. അപ്പം നാട്ടുകാരെല്ലാം തുള്ളുന്നതിനൊപ്പം ഇവക്കും തുള്ളണം. അത് ഇപ്പോൾ ഇവിടെ വന്ന ഗസ്റ്റുകൾ വന്നപ്പോഴോ കല്യാണം കഴിഞ്ഞവരെയൊക്കെ ഇവിടെ താമസിപ്പിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾക്ക് അതും കേൾക്കത്തില്ല. കണ്ട നാട്ടിൽ കിടന്ന ആണുങ്ങളെല്ലാം വിളിച്ച് ഇവിടെ കയറ്റിയത് ഇവൾ ഒറ്റ ഒരുത്തിയാ. ഇവൾ പറയുന്നതിനൊക്കെ തുള്ളാൻ ഈ പിള്ളേരും കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞ് കാവേരിയുടെ നല്ല ദേഷ്യത്തിൽ പെരുമാറുകയാണ് കേട്ടോ ശാരദ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ഗംഗയും സഹോദരിമാരും അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.